വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ദൈവം എനിക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ മുന്നമേ സ്തുതിക്കുന്നു. നേപ്പാളിലെയും ഉത്തരാഖണ്ഡിലെയും എല്ലാ വിശുദ്ധന്മാരുടെയും കർത്താവിൻ്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെയും സ്നേഹവും അവരുടെ നന്ദിയും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആമുഖമായി ഞാൻ പിന്നെയും പറയട്ടെ, നിങ്ങൾ അനേകർ പ്രാർത്ഥിക്കുന്നു. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കണ്ണുനീരും താഴ്മയോടെ ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ തലമുറയുടെ മധ്യത്തിൽ, നേപ്പാളിൽ, നോർത്ത് ഇന്ത്യയിൽ, ഈ കേരളത്തിൽ നാം ജീവിക്കുന്ന, നമുക്ക് ദൈവം തന്ന ഈ സമയ പരിമിതിക്കുള്ളിൽ അനേകരെ കർത്താവിലേക്ക് നേടുവാൻ ജീവനുള്ള ദൈവം നമുക്ക് വേണ്ടി ജീവൻ തന്ന് വീണ്ടെടുത്ത് നമ്മുടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം കേൾക്കുകയായിരുന്നല്ലോ, ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷികൾ, കർത്താവിന് വേണ്ടി നിന്നവർ, അവരെ നാം കേൾക്കുകയും അവരിൽ നിന്ന് ഉത്തേജനവും ശക്തിയും നാം ഉൾക്കൊള്ളുകയും ചെയ്യുകയായിരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു ലഭിക്കേണ്ട സന്ദേശങ്ങൾ ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നത് ഒരു പരിധി വരെ അധിക പ്രസംഗമാകുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് തന്ന വിഷയം അണ്ടർസ്റ്റാൻഡിങ് യുവർ പ്രസൻറ്റ് കോളിംഗ്, നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയെ മനസ്സിലാക്കുക. നാളെ മറ്റൊരു സെഷനുണ്ട്. ഇന്ന് അത് പ്രമുഖമായും നമ്മ ഓരോരുത്തരെയും ദൈവം വിളിച്ചിട്ടുണ്ടോ? എൻ്റെ ദൗത്യം എന്താണ്? എന്നെ എന്തിനാണ് എൻ്റെ കർത്താവ് വിളിച്ച് മാറ്റിയിരിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനായി ഈ സമയം നമുക്ക് വേർതിരിക്കാം. പ്രിയമുള്ളവരെ, പലരും പറയാറുണ്ട്, അബ്രഹാം തോമസ് ബ്രദറിനെയും ജോയി ഡേവിഡ് ബ്രദറിനെയും AP ജോസഫ് അച്ചായനെയും ഒക്കെ അവരെയൊക്കെ ദൈവം വിളിച്ചിരിക്കുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിളിയൊന്നുമില്ല. അല്ലെങ്കിൽ എൻ്റെ ഞങ്ങളുടെ സഭയിലുള്ള മൂപ്പന്മാരെ ദൈവം വിളിച്ചിരിക്കുന്നു, എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും പ്രിയമുള്ളവരെ നാം മാറി നിൽക്കാറുള്ള ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മക്കളെ സമയാസമയങ്ങളിൽ വിളിച്ചു വേർതിരിച്ച് നിർത്തി നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. പഴയ നിയമത്തിലേക്ക് പോയാൽ നമുക്കറിയാൻ കഴിയും, അബ്രഹാം കൽദേരയുടെ ഊരിൽ നിന്നും അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി. അബ്രഹാമിലൂടെ ദൈവത്തിൻ്റെ വലിയൊരു ജാതിയെ സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന ദൈവം അബ്രഹാമിനെ നമ്മുടെ മുമ്പിൽ നമ്മുടെ പിതാവാക്കി വിളിച്ച് വേർതിരിച്ച് മാറ്റി നിർത്തി നമുക്ക് കാണാൻ കഴിയും. പിന്നെയും മറ്റൊരു യോസേഫ്, ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മക്കളെ ക്ഷാമകാലത്ത് നിന്ന് രക്ഷിക്കാനായി മുന്നമേ ഈജിപ്തിലേക്ക് പറഞ്ഞയച്ച യോസേഫ്, വീണ്ടും ഈജിപ്തിൽ അടിമകളായി തീർന്ന തൻ്റെ പ്രിയ മക്കളെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് കൊണ്ടുവരുവാനായി ദൈവം ഉപയോഗിച്ച മഹാനായ ശക്തനായ നേതാവായ മോശ. ദൈവത്തിൻ്റെ വിളികൾ, ദൈവത്തിൻ്റെ വഴികൾ എത്ര അത്ഭുതകരമാണ്. മോശയെ ദൈവം രാജകൊട്ടാരത്തിൽ നിന്നും മരുഭൂമിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയെങ്കിൽ മരുഭൂമിയിൽ നിന്നും യോസേഫിനെ ദൈവം വിളിച്ച് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. വീണ്ടും പ്രിയപ്പെട്ടവരെ, യോശുവ മോശയുടെ ദാസനായി അവനെ വളർത്തി. പിന്നീട് ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം പതിച്ചു കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ച ശക്തനായ പോരാളിയായ യോശുവ, ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് വളർന്നു വന്ന എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ ദാവീദ്, ദൈവം യെരുശലേം ദേവാലയത്തെ പണിയാനായി എടുത്തുപയോഗിച്ച എസ്ര, യെരുശലേമിൻ്റെ മതിലുകളെ വീണ്ടും പണിതുയർത്തുവാനായി ദൈവം ഉപയോഗിച്ച നെഹമ്യാവ്, ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് ജീവനുള്ള ദൈവം ഇസ്രായേലിൽ നിന്നും ജീവിക്കുന്നവനാണെന്നും ഞാൻ ശക്തനാണെന്നും തെളിയിച്ച് ചുഴലിക്കാറ്റിലൂടെ ദൈവം എടുത്തുകൊണ്ടുപോയ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഏലിയാവിൻ്റെ കരങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് വിളിച്ചപ്പോൾ താൻ പൂട്ടിക്കൊണ്ട് നിന്നിരുന്ന കാളയെ അറുത്ത് അതിൻ്റെ മരക്കോപ്പ് കൊണ്ട് ആ മാംസം പാകം ചെയ്ത് ആ അധ്യായം മുഴുവനായും തീർത്ത് തൻ്റെ യജമാനൻ്റെ മുന്നിൽ ഇറങ്ങി തിരിച്ച്, എനിക്ക് ഇരട്ടി ആത്മാവിനെ, എൻ്റെ യജമാനനെ അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കിനെ എനിക്ക് വേണമെന്ന് ചോദിച്ച് വാങ്ങിച്ച് തൻ്റെ യജമാനൻ ചെയ്ത അത്ഭുതങ്ങളുടെ ഇരട്ടി അത്ഭുതങ്ങൾ ചെയ്ത എലീശ. പ്രിയപ്പെട്ടവരെ, സിംഹത്തിൻ്റെ വായടച്ച്
രാജാവിനെയും ചക്രവർത്തിയെയും ആ സാമ്രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ജീവനുള്ള ദൈവത്വത്തിലേക്ക് തിരിച്ച ദാനിയേൽ, ഇനിയും എത്രയോ എത്രയോ പേർ ദൈവം ഉപയോഗിച്ച, പഴയ നിയമത്തിൽ ദൈവം ഉപയോഗിച്ച, ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്ന അനേക ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ. ഇതെല്ലാം കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, ഏതാണ്ട് 400 വർഷങ്ങൾക്ക് ശേഷം, നിശബ്ദമായ കാലഘട്ടത്തിന് ശേഷം, ഇതാ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരുവന്റെ ശബ്ദം. ഏലിയ പ്രവാചകന്റെ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി രാജാവിൻ്റെയും രാജാവിൻ്റെയും പുരോഹിതന്മാരുടെയും എല്ലാ ജനസമൂഹത്തിൻ്റെയും പാപങ്ങളെ വിളിച്ചു പറഞ്ഞ് കർത്താവിന് വേണ്ടി ശക്തിയോടെ നിന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വഴിയൊരുക്കിയ സ്നാപക യോഹന്നാൻ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു വന്നു. കർത്താവായ യേശു ക്രിസ്തു സ്നാപക യോഹനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം ഞാനിങ്ങനെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 28-ാമത്തെ വാക്യം, 7-28 വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 7:28 ഇത്ര ശക്തനായ കർത്താവ് ശക്തിയോട് ഉപയോഗിച്ച യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പറയുന്നു: സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ താഴെ വായിച്ച എൻ്റെ 2ാം ഭാഗം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനേക്കാൾ വലിയവൻ. മഹാരഥന്മാരുടെ പട്ടികകൾ മുഴുവൻ നിരത്തി കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്: ഞാൻ എൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത എൻ്റെ രാജ്യത്തിൻ്റെ എൻ്റെ മക്കൾ ഈ പറയുന്നവരെക്കാൾ എല്ലാവരെക്കാൾ വലിയവരാണെന്ന്. നാം ആരാണെന്നറിയേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹു ആം ഐ? ഞാൻ ആരാണ്? എന്താണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്തത്? എന്നെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു? ഞാൻ എന്തിന് ഈ ലോകത്തിലായിരിക്കുന്നു? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ അറിവ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും, എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ തൻ്റെ രക്തം ചിന്തി, തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി അവൻ തന്നു. നമുക്ക് പകരമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ പിടഞ്ഞു മരിച്ചു. പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ തൻ്റെ ഏകജാതനായ മകനെ നമുക്ക് വേണ്ടി തന്നു. നമ്മുടെ വില നാം അറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്തിനു വേണ്ടി എൻ്റെ കർത്താവിനെ വിളിച്ചു? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്: നമ്മെ സമ്പന്നനാക്കാനായി ദരിദ്രനായി തീർന്ന ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമ്പന്നരാക്കാൻ വേണ്ടി ദരിദ്രനായി തീർന്ന ക്രിസ്തു. ഏത് സമ്പത്താ? സ്വർഗത്തിൽ ക്ഷയം, മാലിന്യം, വാട്ടം ഇതൊന്നുമില്ലാത്ത സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ വലിയ സമ്പത്തിന്, ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള അധികാരമുള്ള ആ വലിയ സമ്പത്തിന്, സൂര്യനും ചന്ദ്രനും കോടാകോടി യുഗങ്ങളും മുഴുവൻ സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിൻ്റെ മകനും മകളുമാകുവാനുള്ള ആ വലിയ പദവിയിലേക്ക് ഉയർത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു ദരിദ്രനായ ലോകത്തിലേക്ക് വന്നു. ഞാൻ പറയട്ടെ, ആ തേജസ് കർത്താവ് നമുക്ക് വേണ്ടി തന്നു. നാം ആരുമാകട്ടെ പ്രിയപ്പെട്ടവരെ, പഠിച്ചവരാകട്ടെ പഠിക്കാത്തവരാകട്ടെ, ദരിദ്രനാകട്ടെ ധനികനാകട്ടെ, കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, ഇന്ത്യക്കാരനാകട്ടെ നോർത്ത് ഇന്ത്യക്കാരനാകട്ടെ കേരളക്കാരനാകട്ടെ അല്ലെങ്കിൽ നേപ്പാളി ആകട്ടെ ബർമീസ് ആകട്ടെ, എന്തുമാകട്ടെ, ജീവനുള്ള ദൈവം വിളിച്ചു വേർതിരിച്ച നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ അമൂല്യരായ വ്യക്തികളാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തം തന്നു വീണ്ടെടുത്ത കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമാണ്. അങ്ങനെ വിളിച്ചു വേർതിരിച്ച നമ്മോട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നൊരു വാക്യമുണ്ട്. ഞാൻ ആ വാക്യം ഇങ്ങനെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 2:9. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം. 1 പത്രോസ് 2:9. അതിങ്ങനെ പറയുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും
രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായി പ്രിയപ്പെട്ടവരെ നമ്മെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. We are selected, we are appointed. നാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നാം നിയമിക്കപ്പെട്ടവരാണ്. എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തു നമ്മെ ഓരോരുത്തരെയും? ജീവനുള്ള കർത്താവായ യേശുവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മിഷണറിമാരെ തിരഞ്ഞെടുത്തു എന്നല്ല കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ സുവിശേഷം പറയുവാൻ. ഫുൾ ടൈം വർക്കേഴ്സിനെ തിരഞ്ഞെടുത്തു എന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്റർമാരെ തിരഞ്ഞെടുത്തു എന്നല്ല. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് നമ്മെ ഓരോരുത്തരെയും ജീവനുള്ള ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാൻ നമുക്ക് വലിയ മടിയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ വരുമ്പോൾ അയ്യോ മമതാ ബാനർജിയെക്കുറിച്ചും സോണിയാഗാന്ധിയെക്കുറിച്ചും വേണമെങ്കിൽ നമുക്കിവിടെ കേരളത്തിൽ ആൻ്റണിയെക്കുറിച്ചും മറ്റേതെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ട് അവരെക്കുറിച്ചൊക്കെ പറയുവാൻ, അവർക്ക് വേണ്ടി വാദിക്കുവാൻ, പ്രിയമുള്ളവരെ അവർക്ക് വേണ്ടി ജയ് വിളിക്കുവാൻ ആർക്കും ഒരു ലജ്ജയുമില്ല. സച്ചിൻ തെണ്ടുൽക്കറിനെ കുറിച്ച് വാനോളം പുകഴ്ത്തി പറയുവാൻ നമുക്ക് ലജ്ജയൊന്നുമില്ല. ലജ്ജ എവിടെയാണെന്നറിയോ? നാണക്കേട് എവിടെയാണെന്നറിയോ? ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ, യേശുവിനെ കുറിച്ച് പറയുവാൻ, നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ക്രൂസിൽ പിടഞ്ഞു മരിച്ച നമ്മുടെ കർത്താവിൻ്റെ സൽഗുണങ്ങൾ ഘോഷിക്കുവാൻ പ്രിയമുള്ളവരെ നാം ലജ്ജിക്കുന്നു. ചോദിക്കുന്നതിൽ ക്ഷമിക്കണം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പേരോട് ഈ യേശുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു? ക്രൂശിൽ പിടഞ്ഞു മരിച്ച നിങ്ങളുടെ അരുമനാഥനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവൻ. അന്ധകാരത്തിലായിരുന്നു നാം ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ഇരുട്ടിൻ്റെ സന്തതിയായിരുന്നു. എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതം നയിച്ചതെന്ന്. കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്ത മാറ്റങ്ങൾ അതെനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു, ആ ജീവിതത്തെ കർത്താവ് എങ്ങനെ മാറ്റിമറിച്ചു എന്ന്. ആ മാറ്റിമറയ്ക്കൽ, ആ വലിയ വെളിച്ചം, അതിൻ്റെ ആ സത്യം ഘോഷിക്കുവാൻ നാം എത്രമാത്രം ഉത്സുകരാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. അവസാനം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെയാണല്ലോ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1:8 ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1:8, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയിലേറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. എൻ്റെ സാക്ഷികളാകും. എന്താ ഈ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ? അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ 1, 2, 3 അധ്യായത്തിലെല്ലാം നമുക്ക് പിന്നെയും കാണാം. ഞങ്ങൾ സാക്ഷികൾ. നിങ്ങൾ കാൽവരി ക്രൂശിൽ തൂക്കിക്കൊന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവനുള്ള ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികൾ. വി ആർ വിറ്റ്നസ്. പൗലോസ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനും ഒക്കെ പിന്നെയും വിളിച്ചു പറയുന്ന വലിയൊരു സത്യം നമ്മളവിടെ കേൾക്കുന്നത്. എന്താ സാക്ഷി എന്ന് പറഞ്ഞാൽ? അതൊരു കോടതി ഭാഷയാണെന്ന് എനിക്ക് തോന്നുന്നു. കോടതിയിൽ നമുക്കറിയാം, കോടതിയിലാണ് സാക്ഷികളെ കൊണ്ടുപോയി വിസ്തരിക്കുന്നത്. ആരാ സാക്ഷികൾ? ഏതെങ്കിലും ഒരു ദൃശ്യം അത് നേരിട്ട് കണ്ട വ്യക്തികൾ, അവരെയാണ് കോടതിയിൽ കൊണ്ടുവന്ന് ചീഫ് എക്സാമിനേഷനും ക്രോസ് എക്സാമിനേഷനും ഒക്കെ ചെയ്ത് ആ സാക്ഷി യഥാർത്ഥ സാക്ഷിയാണോ എന്ന് തെളിയിക്കപ്പെടുന്നത് കോടതി മുറിയിൽ സാക്ഷി പറയാൻ അവകാശമുള്ള ഒരേ വ്യക്തി മാത്രമാണ് ആ ദൃശ്യത്തെ കണ്ട വ്യക്തി. അവർക്ക് മാത്രമേ സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ, സാക്ഷിയായി നിൽക്കാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന്, മത്തായി പത്രോസിനെ കുത്തിക്കൊന്നത് യാക്കോബ് കണ്ടു എന്ന് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആർക്കും സാക്ഷി പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യം സംഭവിച്ചത് മറ്റൊരാൾ എന്നോട് പറഞ്ഞ ഒരു കഥ കോടതിയിൽ പോയി സാക്ഷി പറയാൻ പറ്റില്ല. കോടതിയിൽ പോയി സാക്ഷി പറയുന്നതെന്നറിയോ? മത്തായി പത്രോസിനെ കത്തി കൊണ്ട് കുത്തുന്നത് ഞാൻ കണ്ടു, അവൻ കത്തി വാങ്ങിച്ചു പോകുന്നത് ഞാൻ കണ്ടു, ഞാൻ കണ്ട കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, അതാ സാക്ഷി എന്ന് പറയുന്നത്. എന്താണെന്നറിയോ നാം സാക്ഷ്യം വഹിക്കാത്തതിൻ്റെ കാര്യം? നാം യഥാർത്ഥമായും എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യങ്ങൾ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ആ വൻ കാര്യത്തിൻ്റെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. അത് നമുക്കൊരു പക്ഷേ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, ശിഷ്യന്മാർ നാനാഭാഗത്തേക്ക് ഓടിപ്പോയി, അവർക്കെല്ലാം വലിയ സങ്കടമായി, അവരുടെ വലിയ ആശയും ആഗ്രഹവും എല്ലാം പൊലിഞ്ഞു പോയതുപോലെ. പിന്നീട് നമുക്ക് കാണാൻ കഴിയും, പത്രോസ് അപ്പോസ്തലനടക്കം, തൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അപ്പോസ്തലനടക്കം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ തൊട്ടു, ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് കൂടി അവർ 40 ദിവസം വസിച്ചു.
കർത്താവ് അവർക്ക് മനസ്സിലായി, മരണത്തിനപ്പുറം ഒരു ജീവിതം ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അത് അറിഞ്ഞ, അത് ദർശിച്ച, ജീവനുള്ള കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാർ, പരിശുദ്ധാത്മാവ് ലഭിച്ച ശിഷ്യന്മാർ പിന്നീട് അവർ ഓടി. എന്തിനാ ഓടിയെന്നറിയോ? ക്രിസ്തുവിന് വേണ്ടി മരിക്കാനായി. ഹല്ലേലൂയ. പണ്ട് പേടിച്ചോടിയ ശിഷ്യന്മാര് പിന്നീട് ഓടി. എന്തിനാണെന്നറിയോ? ക്രിസ്തുവിന് വേണ്ടി മരിക്കാനായി. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയില്ലെന്ന്. വി കനോട്ട്. കാരണം ഞങ്ങൾ കണ്ടതാണ് ആ സത്യം, ഞങ്ങൾ അനുഭവിച്ചതാണ് ആ സത്യം. ആ സത്യത്തെ പ്രസ്താവിപ്പാതിരിക്കാൻ, പറയാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ കഴിയുമോ? ജീവനുള്ള കർത്താവിനെ, ഞാൻ അനുഭവിച്ച കർത്താവിനെ പറയാതിരിക്കാൻ, അവൻ്റെ സൽഗുണങ്ങൾ ഘോഷിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ലെന്ന്. 1-ാം നൂറ്റാണ്ടിൽ സഭ പീഡനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു പാവപ്പെട്ട കൃഷിക്കാരനെ, അദ്ദേഹം കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചൊരു വ്യക്തി, അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നു. അദ്ദേഹത്തെ ന്യായം വിധിച്ച ന്യായകർത്താവ് ചോദിച്ചു, ഡു യു തിങ്ക് ദാറ്റ്, നീ വിചാരിക്കുന്നുവോ നീ സ്വർഗത്തിൽ പോകുമെന്ന്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡു യു തിങ്ക് ദാറ്റ് യു ആർ ഗോയിങ് ടു ഹെവൻ? ആ പാവപ്പെട്ട കൃഷിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, സർ, ഐ ഡോണ്ട് തിങ്ക് സോ, ബട്ട് ഐ നോ ഐ വിൽ ഗോ ടു ഹെവൻ. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല, പക്ഷെ എനിക്കറിയാം ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ പോകുമെന്ന്. ഐ ഡോണ്ട് തിങ്ക് സോ, ഐ നോ ദാറ്റ് ഐ ആം ഗോയിങ് ടു ഹെവൻ. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുന്നു എന്നുള്ളതല്ല, ക്രിസ്തുവിനെ മനസ്സിലാക്കിയ, കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ വ്യക്തികൾ അവർ കർത്താവിനെ ഘോഷിക്കും. നിങ്ങൾക്കറിയാമോ, ഡോക്ടർ കെ എൻ നമ്പൂതിരിപ്പാട്, ഇന്ത്യ കണ്ട ഏറ്റവും പ്രശസ്തനായ ന്യൂറോ സർജൻ. അദ്ദേഹം അമേരിക്കയിൽ ചെന്ന് ഏതോ ഒരു പെൺകുട്ടി കൊടുത്ത ട്രാക്ട്സ് വായിച്ച്, ബൈബിൾ ഒരു ഭാഗം വായിച്ച് അദ്ദേഹം രക്ഷിക്കപ്പെടാൻ ഇടയായി തീർന്നു. അദ്ദേഹം കേരളത്തിൽ വന്ന് പറഞ്ഞൊരു സാക്ഷ്യത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്രേ, ഞാൻ ഈ കുന്നംകുളം സ്കൂളിൽ പഠിച്ചതാണ്. നിങ്ങൾ ക്രിസ്ത്യന്മാർ കുറേ ടീച്ചർമാർ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ക്രിസ്ത്യന്മാരായിട്ട് കുറേ സഹപാഠികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. ഒരാൾ പോലും ഇത്ര സുന്ദരനായ യേശുവിനെ കുറിച്ച് എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഞാനൊരു ബ്രാഹ്മണനായിരുന്നുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എന്നോട് ഇത്ര സുന്ദരനായ യേശുവിനെ കുറിച്ച് ഒരു ടീച്ചർ പോലും, ഒരു ക്രിസ്ത്യൻ പോലും എന്നോട് പറഞ്ഞില്ല. പറഞ്ഞെങ്കിൽ ഞാൻ അന്നേ ഈ സുന്ദരനായ, ഇത്ര മനോഹരനായ, ഇത്ര ശ്രേഷ്ഠനായ ഈ യേശുവിനെ ഞാൻ സ്വീകരിക്കുമായിരുന്നു. വി ആർ നോട്ട് പ്രൊക്ലൈമിങ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ നാം ഘോഷിക്കാറുണ്ടോ? നമ്മുടെ കർത്താവിനെ നാം പ്രസ്താവിക്കാറുണ്ടോ? നേപ്പാളിൽ ബർദി എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ 4 വർഷം മുമ്പ് ഒരു ചെറിയ പ്രവർത്തനം ഒരു സ്ഥലമായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു എങ്ങനെ തുടങ്ങണമെന്ന്. അനിത ചൗധരി എന്ന് പറഞ്ഞൊരു സഹോദരി, ആ സഹോദരി ഞങ്ങൾ അവിടെ തുടങ്ങി, അവിടെ വന്നു എന്ന് കേട്ട് ഞങ്ങളെടുത്ത് വന്നു. ഭൂതം ബാധിച്ച് രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഭൂതം നോക്കുമ്പോൾ എനിക്കറിയില്ല നമ്മുടെ കേരളത്തിലെ വിശ്വാസികൾ അത് വിശ്വസിക്കുമെന്ന്. അവർ പറയുന്നത്, പല സഹോദരന്മാർ പറയുന്നത് അതൊക്കെ ഒരു തരം സൈക്കോളജിക്കൽ, സഹോദരൻ അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെ ഭൂതം ബാധിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു തരം സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അല്ലേ എന്നാണ് പറയണത്. നിങ്ങൾ കൂടെ ഇപ്പോൾ പറഞ്ഞ സെന്തുവാലൊക്കെ പ്രവർത്തിക്കുന്ന സഹോദരന്മാരുടെ കൂടെ പോയാൽ കാണാം കാര്യങ്ങൾ എങ്ങനെയാണ്. ഈ സഹോദരി വന്ന് പറഞ്ഞു, എനിക്ക് വലിയ പ്രശ്നമാണ്, ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒന്ന് എൻ്റെ വീട്ടിൽ വരണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വീട്ടിൽ കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല. പ്രിയപ്പെട്ടവരെ, വലിയ ഭയത്തോടെ ഞങ്ങൾ പോയി സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സഹോദരിയുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടെന്നറിയാം, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ആ ഭൂതം പിന്നെ ആ ഭാഗത്തേക്ക് വന്ന് ചെന്നില്ല. സഹോദരി പറഞ്ഞു, അയ്യോ, ഇത്രയും കാലം രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ, വലിയ പ്രതികൂലങ്ങളോടെ കടന്നുപോയ എൻ്റെ വീട്ടിൽ ജീവനുള്ള കർത്താവ് വന്നതോടുകൂടി മാറ്റങ്ങളുണ്ടായി. ആ സ്ത്രീ എന്താ ചെയ്തെന്നറിയോ? ചുറ്റുമുള്ള ഗ്രാമത്തിൽ ഓരോരുത്തരെയും വിളിച്ചുകൂട്ടി പിറ്റേ ആഴ്ച അവിടെ ഒരു മീറ്റിംഗ് തുടങ്ങി. നിങ്ങൾക്ക് കേൾക്കണോ, ഇന്ന് ആ സ്ത്രീയുടെ സാക്ഷ്യത്താൽ ബർദിയയിൽ കർത്താവിൻ്റെ സഭ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 53-54 ബാപ്റ്റൈസ്ഡ് ബിലീവേഴ്സ്, സ്നാനപ്പെട്ട വിശ്വാസികൾ ഇന്ന് ആ സഭയിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു. ജീവനുള്ള കർത്താവിനെ അറിഞ്ഞവർ, പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ അറിയിക്കും. ഭീം ബഹദൂർ എന്ന് പറഞ്ഞ കള്ളു കുടിച്ച് വഴുക്കിയിടുന്ന അതേ സഭയിലെ കാര്യമാണ്, വഴുക്കിയിടുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തോട് അനിത ചൗധരി പറഞ്ഞു, നിങ്ങൾ വാ, കർത്താവിൻ്റെ അടുത്ത് വാ, യേശു അവിടെ പ്രാർത്ഥന സ്ഥലത്ത് പോവുക, അവർ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടായി. ആ ദേശത്തിൻ്റെ ഗുണ്ടകളായ, ഞാനങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ആ ദേശത്തിൻ്റെ ഏതെങ്കിലും ഗുണ്ടകളായ, ആ ദേശത്തെ വിറപ്പിച്ചിരുന്ന 3 പേര്, മദ്യപിച്ച് രാത്രി ആളുകൾക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലുണ്ടായിരുന്ന 3 പേര് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വന്നു. അവരുടെ ജീവിതത്തെ കർത്താവ് പൂർണ്ണമായും മാറ്റിമറിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ, അവരിന്ന് പ്രസംഗിക്കുന്നു മറ്റുള്ളവരുടെ കർത്താവിനെ കുറിച്ച്. ഞങ്ങൾ പോകുന്നില്ല,
അവർ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് വരുന്നു, ദേ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ കർത്താവ്, എനിക്കൊരു പുതിയ ജീവിതം തന്ന കർത്താവ്, എനിക്ക് എൻ്റെ ജീവിതത്തെ മാറ്റിയ കർത്താവ്, എനിക്ക് എൻ്റെ പാവത്തെ ക്ഷമിച്ച കർത്താവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മഹിമ, ആ മഹിമയെ അറിഞ്ഞവർ ആ മഹിമയെ ഘോഷിക്കും. അതിന് നമുക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നാം നമ്മുടെ രക്ഷയെക്കുറിച്ച് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും പറഞ്ഞിട്ട് വന്നതാണോ? ഭർത്താവ് ഇങ്ങനെ വന്നു അതുകൊണ്ട് ഞാൻ വന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറേ അനുഭവം കണ്ടു ഞാൻ വന്നു. നിങ്ങൾക്കറിയാമോ, ഇന്ന് കാണുന്ന ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ, പാർട്ടി മാറുന്ന പോലെയാണ് ആളുകൾ വരുന്നത്. കോൺഗ്രസ് പാർട്ടി ശരിയല്ല, അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് മാറി. പണ്ടത്തെ സഭ, കത്തോലിക്ക സഭ, അത് ശരിയല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ വേറൊരു സഭയിലേക്ക്, ഈ സഭയിലേക്ക് വന്നിരിക്കുക. അല്ലെങ്കിൽ ആദ്യം നിന്ന സഭ, അതിൻ്റെ പരിപാടി എനിക്ക് ശരിയായി തോന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ സഭയിലേക്ക് വന്നിരിക്കുന്നു. നോ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹിമ കാണാത്തവരായി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവനുള്ള കർത്താവിൻ്റെ സ്നേഹത്തെ ഇതുവരെയും ദർശിക്കാത്തവരായി നാം ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു, മുട്ടുമടക്ക് കർത്താവിൻ്റെ മുമ്പിൽ പറ, കർത്താവെ, ഞാൻ പാപിയാണ്, അങ്ങയുടെ മഹിമ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം അറിയുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അതറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. നമുക്കറിയാമല്ലോ, 2 കൊരിന്ത്യർ 3:6 നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം നമുക്ക് ഒരുമിച്ച്. ഈ വലിയ ശുശ്രൂഷ, കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന ഇത്ര വലിയൊരു ശുശ്രൂഷ, നമ്മെ ഓരോരുത്തരെയും, ഞാൻ വീണ്ടും ചൂണ്ടി പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ശുശ്രൂഷ, അവൻ്റെ സൽഗുണങ്ങൾ ഘോഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, സുവിശേഷം അറിയിക്കാനുള്ള ശുശ്രൂഷ, ജീവനുള്ള കർത്താവിന് ഘോഷിക്കുവാൻ തന്നിരിക്കുന്ന ശുശ്രൂഷ. ആ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്ന മഹത്വരമായൊരു വാക്യമുണ്ട്, നമുക്കതിങ്ങനെ വായിക്കാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്, അവൻ ഞങ്ങളെ 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം 7-ാം വാക്യം, അതിൻ്റെ താഴേക്ക് പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് പിന്നീട് അത് വായിക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരായി നമ്മെ ഓരോരുത്തരെയും ദൈവം ആക്കി വച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരായി നമ്മെ ഓരോരുത്തരെയും നീക്കി മാറ്റിവെച്ചിരിക്കുന്നു. പിന്നെയും താഴേക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്ന മോശയുടെ മുഖദേശ നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഈ വലിയ ശുശ്രൂഷ, അതിനുവേണ്ടി തെരഞ്ഞെടുത്ത് നമ്മളെ ആക്കിയിരിക്കുന്ന ഈ വലിയ ദൗത്യം, അതിനെക്കുറിച്ച് പറയുകയാണ്, അതെത്ര തേജസ്സുള്ളതാണ്. എത്ര തേജസ്സുള്ളതാണ്. താഴെ പറയുകയാണ്, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാവുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതേ തേജസ്സോടുകൂടി ഈ കാര്യത്തിൽ, ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഈ വലിയ ദൗത്യത്തിൻ്റെ തേജസ് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ പറയുക, എത്ര വലിയൊരു തേജസ്സേറിയ ശുശ്രൂഷ, എത്ര മഹത്തരമായൊരു ശുശ്രൂഷ. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിരിക്കും, കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഭക്തസിംഗിനെ കുറിച്ച്, ബ്രദർ ഭക്തസിംഗിനെ കുറിച്ച്, ഇന്ത്യ കണ്ടിട്ടുള്ള ഭക്തനായ മനുഷ്യരിൽ ഏറ്റവും ഭക്തനായ ഒരു വ്യക്തി. അദ്ദേഹം അഗ്രികൾച്ചറൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കാനായിട്ട് അമേരിക്കയിൽ ചെന്നു. അവിടെ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം കേട്ടു. അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. പഠിത്തമെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത് എങ്ങനെയാണെന്നറിയോ? സിഖുകാരാണല്ലോ. തൻ്റെ മുടി പഠിച്ച് കളഞ്ഞു, ഒരിക്കലും വടിക്കാതെ നീട്ടി വളർത്തിയ താടി പഠിച്ച് കളഞ്ഞു, ക്ലീൻ ഷേവ് ആയിട്ടുള്ള മുഖം, മുടി മുഴുവൻ വടിച്ച് കളഞ്ഞ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. തൻ്റെ മകൻ പഠിച്ചു വരുന്നത് കാത്തിരുന്ന് തൻ്റെ മകനെ സ്വീകരിക്കുവാനായി കടന്നുപോയ മാതാപിതാക്കൾ, തൻ്റെ ഭർത്താവിനെയും കാത്തിരുന്ന ഭാര്യയും ഒരു ആൺകുഞ്ഞും, കൊച്ചാൺകുഞ്ഞും, സന്തോഷത്തോടെ അവർ ചെന്ന് കണ്ട കാഴ്ച എന്താണെന്നറിയോ? തങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തതിലപ്പുറം മുടി മുഴുവൻ വെട്ടിക്കളഞ്ഞ് താടി മുഴുവൻ വടിച്ച് ക്ലീൻ ഷേവ് ചെയ്ത തൻ്റെ മകൻ, തൻ്റെ ഭർത്താവ്. അപ്പന് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പൻ പറഞ്ഞു, എന്താ മോനെ നീ കാണിച്ചത്? അദ്ദേഹം പറഞ്ഞു, യേശു എൻ്റെ ജീവിതത്തെ മാറ്റി,
ഈ കെട്ടുകളെ മുഴുവൻ ഞാൻ കളഞ്ഞു. എൻ്റെ ആഗ്രഹം ഇതാണ്, എൻ്റെ പപ്പ, എൻ്റെ അപ്പ, നിങ്ങളും, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം, നിങ്ങളെല്ലാം ഈ ക്രിസ്തുവിനെ അറിയണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. വലിയ പ്രശ്നമായി. അവസാനം അപ്പം പറഞ്ഞത്രേ, ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് ഒരു കാര്യം ചെയ്യാം. എല്ലാം സംഭവിച്ചു. ഒരു 3 മാസം നീ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ച് താമസിക്കുക. സമ്പന്ന കുടുംബത്തിൽ, വലിയൊരു കുടുംബത്തിൽ പറഞ്ഞ വ്യക്തിയാണ്. നീ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ച് താമസിക്കുക. നിനക്ക് മുടിയും താടിയും ഒക്കെ ഉണ്ടായി കുറച്ചതിന് നീളമെല്ലാം വെച്ചിട്ട് നീ ഗ്രാമത്തിലേക്ക് വന്നാൽ മതി. അങ്ങനെ വന്നാൽ നിന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ഭക്ത സിംഗ് പറഞ്ഞു, നോ, എൻ്റെ യേശുവിൻ്റെ തേജസ് കണ്ട ഞാൻ, ഈ അതിമഹത്തായ തേജസ് കണ്ട ഞാൻ ഈ തേജസ്സിനെ വിട്ടിട്ട് ഞാനില്ല. ഭാര്യ പറഞ്ഞു തിരിച്ചു വരുവാൻ. ആ ഭർത്താവ് പറഞ്ഞു, ഇല്ല, നീ എന്നെ പിരിഞ്ഞു പോയാലും ക്രിസ്തുവിനെ വിട്ടിട്ട് നിൻ്റെ കൂടെ വരുവാൻ ഞാനില്ല. നിങ്ങൾ കേൾക്കണോ? അപ്പൻ വിട്ടു, അമ്മ വിട്ടു, സ്വന്തം ഭാര്യ വിട്ടിട്ട് പോയി. ഒരിക്കൽ പോലും അവർ പിന്നെ കൂട്ടുചേർന്നിട്ടില്ല. തൻ്റെ മകൻ പിന്നീട് വളർന്ന ഏതോ IPS ഓഫീസറൊക്കെ ആയെന്ന് കേട്ടിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ വിവാഹം കഴിക്കാതെ ഭക്ത സിംഗ് കർത്താവിന് വേണ്ടി ജീവിക്കുവാനിടയായി തീർന്നു. കടത്തിണ്ണകൾ കിടന്നുറങ്ങി. ജീവനുള്ള ഈ കർത്താവിനെ കുറിച്ച് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ കടന്നു എന്ന് പ്രസംഗിക്കുവാൻ തുടങ്ങി. പിന്നീടുള്ള ചരിത്രം നമുക്കറിയാം. ഭക്ത സിംഗിന് ദൈവം എടുത്ത് ഉപയോഗിച്ച കാര്യങ്ങൾ. ആയിരം സഭകൾ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഭൂട്ടാനിൽ കടന്നു ചെന്നപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഏതോ കാലത്ത് കാലിപ്പോങ്ങിൽ ഭക്ത സിംഗ് ചെന്നു, അവിടെ പ്രസംഗിച്ചു. അനേക ശിഷ്യന്മാർ കാലിപ്പോങ്ങിലുണ്ടായി. അവിടുന്ന് ചില ശിഷ്യന്മാർ ഭൂട്ടാനിലേക്ക് കടന്നു കയറി. ഭൂട്ടാനിൽ ഭക്ത സിംഗ് അസംബ്ലികൾ, ഏതാണ്ട് 20 ജില്ലകളുള്ള ഭൂട്ടാനിൽ 18 ജില്ലകളിലും ഭക്ത സിംഗ് അസംബ്ലി. ഞങ്ങൾ പോയി കൂടിയത്, ആരാധിച്ചത് ഒരു ഭക്ത സിംഗ് അസംബ്ലിയിൽ ഏതാണ്ട് 120ഓളം, രഹസ്യമായി 120ഓളം കർത്താവിനെ ആരാധിക്കുന്ന വിശ്വാസികൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭക്തൻ, ജീവനുള്ള കർത്താവിൻ്റെ മഹിമ കണ്ട ഒരു ഭക്തൻ, കർത്താവിന് വേണ്ടി എടുത്ത ഒരു തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചൊരു കർത്താവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ വിളി ലഭിച്ചിട്ടില്ലേ? നമ്മയും അതേ വിളിയിലല്ലേ വിളിച്ചിരിക്കുന്നത്? മാറ്റമുണ്ടോ? അതോ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചില്ലേ? അതോ മറ്റേതെങ്കിലും രീതിയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചത്? ഭക്ത സിംഗിനെയും നമ്പൂതിരിപ്പാടിനെയും വില്യം കേറിയെയും പത്രോസിനെയും പൗലോസിനെയും ഒക്കെ വിളിച്ച കർത്താവ് നമ്മയും വിളിച്ചു. ക്രിസ്തുവിൻ്റെ കൂട്ടാവകാശികളായി, ക്രിസ്തുവിനോട് കൂടെ വാഴുവാനായി, ക്രിസ്തുവിൻ്റെ സിംഹാസനങ്ങളിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ ശുശ്രൂഷക്കാരൻ, ഞാനിരിക്കുന്നവിടുത്തെ എൻ്റെ ശുശ്രൂഷക്കാരൻ ഇരുത്തുമെന്ന്. നമുക്ക് മാറ്റങ്ങളുണ്ടോ? ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, മാറ്റം കർത്താവിനല്ല, നമ്മുടെ ചിന്താഗതിക്കാണ്. മാറ്റം എന്താണെന്നറിയോ? നാം ഇപ്പോഴും ഈ ലോകത്തെ സ്നേഹിക്കുന്നു. ആ വലിയ മഹത്വം കാണാൻ കഴിയാതെ വണ്ണം ഇന്നും ലോകവും ലോകത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്നതുമാണ് നമ്മുടെ വലിയ 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 സ്വപ്നങ്ങൾ. പലപ്പോഴും ജുംലയിൽ നിന്ന് ഹുംലയിൽ നിന്നൊക്കെ ഞങ്ങൾ ഹെലികോപ്റ്ററിൽ കയറി ഇങ്ങനെ പോകുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളൊരു കാര്യമുണ്ട്. ഹെലികോപ്റ്ററിൽ പോയിരിക്കുന്ന സൗരന്മാർക്കൊക്കെ അറിയാം. അറ്റ്ലീസ്റ്റ് ഞാൻ പറയട്ടെ, ഹെലികോപ്റ്ററിലെങ്കിലും കയറാൻ നിങ്ങൾ അവിടേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ, നേപ്പാളിലേക്ക് പോകുന്ന ഭക്ഷണമൊക്കെ കുറച്ച് കുറവാണെങ്കിലും ഹെലികോപ്റ്ററിൽ കയറാൻ സാധിക്കും. വലിയൊരു അവസരമാണ് അത്. ഈ ഹെലികോപ്റ്റർ കയറി കഴിയുമ്പോൾ എന്താ സ്ഥിതി എന്നറിയോ? ആദ്യം അങ്ങ് ഇരുന്ന് കഴിയുമ്പോൾ ഹെലികോപ്റ്ററിനകത്ത് ഇരുന്ന സമയത്ത് ചുറ്റുമുള്ള കെട്ടിടങ്ങളൊക്കെ വലിയതായിട്ട് നമുക്ക് തോന്നും. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഇതങ്ങ് പൊങ്ങാൻ തുടങ്ങും. ഹെലികോപ്റ്റർ പൊങ്ങുന്നതനുസരിച്ച് താഴേക്ക് നോക്കുമ്പോൾ ഈ കെട്ടിടങ്ങളും ആളുകളെല്ലാം ചെറുതായി വരും. കുറേ അങ്ങ് പൊങ്ങിക്കഴിയുമ്പോൾ എന്താ സ്ഥിതി എന്നറിയോ? ഇതെല്ലാം വളരെ ചെറുതാവും. പിന്നെയും അങ്ങ് പൊങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? ഈ കെട്ടിടങ്ങളോ ആളുകളോ ഇതൊന്നും കാണാൻ കഴിയാത്തൊരവസ്ഥ വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്നും ഇനിയും പൊങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്താ കാര്യം എന്നറിയോ? നമ്മുടെ മുമ്പിൽ ഇന്നും വലിയത് ലോകവും ലോകത്തിൻ്റെ കെട്ടിടങ്ങളും ലോകത്തിൻ്റെ പ്രഭയും ലോകത്തിൻ്റെ മഹിമയും ലോകം വെച്ച് നീട്ടുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന എപ്പോഴും നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. അതല്ലേ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് നാം ഓരോരുത്തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉയരങ്ങളിലുള്ളത് ചിന്തിക്കുവാൻ, കർത്താവിന് വേണ്ടി ചിന്തിക്കുവാൻ, ആ വലിയ വിളിക്ക് വേണ്ടി നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തരും കഴിയട്ടെ. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ആ വലിയ ശുശ്രൂഷയെക്കുറിച്ച് നടുങ്ങിക്കൊണ്ട്, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പൗലോസ് അപ്പോസ്തലൻ നടുങ്ങിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഹു ഈസ് ആഡ്വക്കേറ്റ്? ആരാണ് ഇതിന് പ്രാപ്തർ? ഇത്ര വലിയൊരു ദൈവത്തിൻ്റെ, സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയും സർവ്വസാന്നിധ്യവുമുള്ള ഈ വലിയനായ ദൈവത്തിൻ്റെ, അവൻ്റെ ശുശ്രൂഷ, അവനെക്കുറിച്ച് പറയുവാൻ ആർ യോഗ്യർ, ആർ പ്രാപ്തർ? എനിക്ക് തോന്നുന്നു അതിന് താഴെ പൗലോസ് അപ്പോസ്തലൻ പിന്നീട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പ്രാപ്തി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ഹല്ലേലൂയ! ഞാൻ പ്രാപ്തനല്ല, എനിക്ക് പ്രാപ്തിയൊന്നുമില്ല, ഞാനൊരു സാധാരണക്കാരൻ, എനിക്ക് വാക്ചാതുര്യമില്ല, കുറവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ പ്രാപ്തി എന്ന് പറയുന്നത്, ഈ എൻ്റെ ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ എന്നെ ശക്തനാക്കുന്നത് എൻ്റെ കർത്താവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ,
നമ്മുടെ യോഗ്യതകളാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലോകപ്രകാരമുള്ള നമ്മുടെ യോഗ്യതകളാണ് നമ്മുടെ അയോഗ്യതകൾ. ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെ ഒരു പാഷൻ, ക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെ ഒരു തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരായി കർത്താവ് നിർത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് കർത്താവ് മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, ആ കർത്താവിനെ പ്രസംഗിക്കുവാൻ, ആ കർത്താവിനെ കുറിച്ച് പറയുവാൻ നാം എത്ര ഉത്സാഹിതരാണ്? സഭയിൽ പലപ്പോഴും ഈ ശുശ്രൂഷയെല്ലാം മറ്റുള്ളവർക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോൾ, ഇല്ല, എനിക്ക് എൻ്റെ കർത്താവിനെ കുറിച്ച് പറയണമെന്നുള്ള വലിയ ആഗ്രഹവും ത്വരയും നമ്മുടെ ഹൃദയങ്ങളിലുണ്ടോ? നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ബസ്സിൽ നമ്മോട് കൂടെ യാത്ര ചെയ്യുന്ന സഹോദരനോട്, നമ്മോട് കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരോട്, നമ്മുടെ കൂടെ പഠിക്കുന്നവരോട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട്, കൃഷിസ്ഥലങ്ങളിൽ ഈ കർത്താവിനെ പറയുവാൻ നമുക്ക് ഉത്സാഹതയുണ്ട് പ്രിയപ്പെട്ടവരെ? മീനങ്ങാടിയിലൊരു സാധാരണ കൃഷിക്കാരൻ എസ്തപ്പാൻ ചേട്ടൻ, ഞങ്ങൾ പ്രിയപ്പെട്ട ഒരു ചേട്ടനാണ്. ഞങ്ങൾ പോകുന്ന സഭയിൽ അദ്ദേഹം വരാറുണ്ട്, എസ്തപ്പാൻ ചേട്ടൻ. ഇപ്പോഴും അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ പിടിച്ച് പുഴുത്ത് എപ്പോഴും മരണത്തെ കാത്തു കിടക്കുന്ന ആൾക്കാരുടെ ആ വാർഡുകളിൽ പോയി സുവിശേഷം അറിയിക്കും. അതിലൊക്കെ ഉപരിയായി എസ്തപ്പാൻ ചേട്ടനെ നിങ്ങൾ എപ്പോൾ കണ്ടാലും, ഞാൻ വെറുതെ പറയാം, നിങ്ങൾ എന്ന് പോയി കണ്ടാലും എസ്തപ്പാൻ ചേട്ടൻ്റെ പോക്കറ്റിൽ അല്പം സുവിശേഷ ലേഖകൾ എപ്പോഴും അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ടാവും. പേഴ്സ് കൊണ്ടു കിടക്കുന്നത് പോലെ, നാം എല്ലാവരും പേഴ്സ് കൊണ്ടു കിടക്കുന്ന പോലെ ഏത് സമയവും 3-4 സുവിശേഷ ലഘുലേഖകൾ അദ്ദേഹം സൂക്ഷിച്ചു കൊണ്ടു കിടക്കും. അദ്ദേഹം പറയുന്നതെന്നറിയോ, എപ്പോഴാണ് അവസരം കിട്ടുന്നതെന്നറിയില്ല, അപ്പോഴും ഒരെണ്ണം എടുത്തു കൊടുക്കാൻ. ഈ യേശു നിന്നെ സ്നേഹിക്കുന്നു, ഒന്ന് വായിച്ചാലും. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് ആ ഒരു തീഷ്ണ നമ്മുടെ ഹൃദയങ്ങളിലുണ്ടോ? ഉണ്ടായിരുന്നു. പലരും പറയാറുണ്ട്, ഉണ്ടായിരുന്നു സഹോദര. രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ട് വന്ന സമയത്ത് ഓടി നടന്ന് സുവിശേഷം അറിയിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇപ്പോഴെങ്ങനെ സുവിശേഷ പ്രവർത്തനം കേരളം നടക്കുന്നുവെന്ന്. പലപ്പോഴും ഞങ്ങൾ വരുമ്പോൾ ചോദിക്കാറുണ്ട്. ഒരെണ്ണം നമുക്ക് എന്ത് തീഷ്ണതയായിരുന്നു, കവലകളിൽ പോയി പ്രസംഗിക്കുവാൻ, ഈ കർത്താവിനെ ഘോഷിക്കുവാൻ, ഗ്രാമങ്ങളിലേക്ക് ലഘുലേഖകളുമായി കടന്നു പോകുവാൻ, കർത്താവിനെ കുറിച്ച് പറയുവാൻ. ആ തീഷ്ണത പ്രിയമുള്ളവരെ നമുക്കുണ്ടോ? ഡി.എൽ. മോഡിയെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്നും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. ഡി.എൽ. മോഡി പറയും, ഡി.എൽ. മോഡി ഒരു സാധാരണക്കാരായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കർത്താവിനെ കുറിച്ച് മറ്റുള്ളവർ പറയുക എന്നുള്ളത്. തമാശയായ ഒരു കഥ ഇങ്ങനെയുണ്ട്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറേ ദൂരെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. അദ്ദേഹം കുറേ ഓടിയും നടന്നുമൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തെല്ലാം ശ്രമിച്ചു, കഴിയുന്നില്ല. അവസാനം ഡി.എൽ. മോഡി കൈകൊട്ടി വിളിച്ചു, പ്രിയപ്പെട്ട സഹോദര, ഒന്ന് നിന്നേ. അദ്ദേഹം നിന്നു. എന്ത് സംഭവിച്ചു എന്നറിയില്ല. അദ്ദേഹം കുറേ മുമ്പിൽ എന്നായിരുന്നു, അദ്ദേഹം നടന്നു പോയിരുന്നു. അദ്ദേഹം നിന്നു. ഡി.എൽ. മോഡി നടന്നും കഥച്ചും ഒക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, വാട്ട് ഈസ് ദ മാറ്റർ, എന്താ കാര്യം? ഡി.എൽ. മോഡി ചോദിച്ചത്രേ, ആർ യു എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ? കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലാണോ? അദ്ദേഹത്തിന് അങ്ങ് ദേഷ്യം വന്നത്രേ. അദ്ദേഹം പറഞ്ഞു, യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്. നീ നിന്റെ കാര്യം നോക്ക്, നിന്റെ ജോലി നോക്ക്. ഡി.എൽ. മോഡി പറഞ്ഞത്രേ, ഡിയർ ബ്രദർ, ദിസ് ഈസ് മൈ ബിസിനസ്. ദിസ് ഈസ് മൈ ബിസിനസ്. ഇതാണ് എൻ്റെ ജോലി. എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുന്നതിലും അപ്പുറമായൊരു ജോലി എന്ത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവൻ തന്ന കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിലും അവനെക്കുറിച്ച് പറയുന്നതിലും വലിയൊരു ജോലി അതുണ്ടോ ഈ ലോകത്തിൽ? നമ്മുടെ തീഷ്ണത എവിടെ പ്രിയപ്പെട്ടവരെ? കർത്താവിനെ കുറിച്ചുള്ള എരിവ് നമ്മളുടെ എവിടെ? പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പൗലോസ് അപ്പോസ്തലൻ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞായിരിക്കും, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, സുവിശേഷം ഞാൻ അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് കഷ്ടം കഷ്ടം കഷ്ടം? കഷ്ടം വരാൻ പോവുക, കളി മാറും. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ പിന്നീട് ആഗ്രഹിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ കടക്കാരനാകുന്നു, യവനന്മാർക്കും ബർബരന്മാർക്കും ഓരോ ജാതികൾക്കും ഞാൻ കടക്കാരനാണ്. പൗലോസ് അപ്പോസ്തലൻ ഓരോ പ്രാവശ്യവും സുവിശേഷം അറിയിക്കുമ്പോൾ കടക്കാർക്ക് കടം കൊടുത്തു തീർക്കുന്നത് പോലെ, നമുക്കറിയാമല്ലോ, കടം പെട്ടിരിക്കുന്നവർക്ക് അതിൻ്റെ കാര്യം അറിയാം. ഒരു കടം തീർത്ത് കഴിയുമ്പോൾ, കടം കൊടുക്കാനുള്ളൊരു വ്യക്തിക്ക് ആ പൈസ എല്ലാം കൊടുത്തങ്ങ് തീർത്ത് കഴിയുമ്പോൾ
അയ്യോ, എന്തൊരു സന്തോഷമായിരിക്കും നമുക്ക്, എന്തൊരു ആശ്വാസമായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേ ആശ്വാസവും അതേ സന്തോഷവും ജീവനുള്ള കർത്താവിൻ്റെ ആ മാറ്റമില്ലാത്ത സുവിശേഷം മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കുണ്ടാകും കേട്ടോ. കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ, ഇത്രയും ഇതിലും വലിയ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ജോലിയിൽ നിന്നും, ഈ ലോകത്തിൻ്റെ ഒരു രസവും ഒരു സുഖവും ഇത്രയും വലിയ സന്തോഷം തരില്ല പ്രിയപ്പെട്ടവർ. രാവിലെ ഇറങ്ങി കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞ് 10 പേരോട് സുവിശേഷം പറഞ്ഞ് ചിലർ അടിക്കട്ടെ, ചിലർ തിരിച്ചു പറയട്ടെ, അതിൽ 1-2 പേർ രക്ഷിക്കപ്പെടുവാനും ആഗ്രഹം കാണിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി വന്ന് കിടക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. പ്രാർത്ഥിക്കാൻ നേരത്തെ എൻ്റെ കർത്താവേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓ എൻ്റെ കർത്താവേ അവർ യഥാർത്ഥമായി ശിഷ്യത്വത്തിലേക്ക് വരണം കർത്താവേ, എന്തൊരു ആഗ്രഹത്തോടെ എന്തൊരു സന്തോഷത്തോടെ ആ ദിവസം നമുക്ക് കിടന്നുറങ്ങാൻ കഴിയും പ്രിയപ്പെട്ടവർ. ഞാൻ കേട്ടു ഇന്ന് മിക്കവാറും സഭകളിലൊക്കെ ഇങ്ങനെ ഞായറാഴ്ച ചോദിക്കും, എന്താണെന്നറിയോ, ക്വയറ്റ് ടൈം എടുത്തോ, ബൈബിൾ വായിച്ചോ, പ്രാർത്ഥിച്ചോ. ഇതൊക്കെ ഒരു തരം കടമ പോലെയാണ്. ഞാനൊരു കാര്യം നിങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, സുവിശേഷം അറിയിക്കാൻ അങ്ങ് ഇറങ്ങുക, പ്രാർത്ഥിക്കാൻ പറയേണ്ടി വരില്ല, പ്രാർത്ഥിച്ചിരിക്കും നമ്മൾ. പ്രാർത്ഥിക്കാതെ കാര്യം നടക്കുമത്. ബൈബിൾ വായിക്കാൻ പറയേണ്ട കാര്യമില്ല, ബൈബിൾ വായിച്ചിരിക്കും. കാരണം ഓരോരുത്തർ ഓരോ ചോദ്യങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ചോദിക്കുമ്പോൾ ഇതെന്താണെന്ന് പറയണ്ടേ, കർത്താവിനോട് അടുക്കണ്ടേ. ഒരു പ്രാവശ്യം ഞങ്ങൾ കടന്നുപോയൊരു സ്ഥലം ജെയ്റ എന്ന് പറഞ്ഞ ഗ്രാമം, 1-2 മാസമായിട്ട് മഴയില്ല അവിടെയും. ഞങ്ങളവിടെ സുവിശേഷം അറിയിക്കാൻ നേരത്തെ പോയി സുവിശേഷം അറിയിച്ചാണ്. ചില വിശ്വാസികൾ അവിടെ ഉണ്ട്, അവർ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, ആ ദേശത്ത് ദൈവം മഴ പെയ്ച്ചു. എനിക്കറിയില്ല നിങ്ങളത് വിശ്വസിക്കുമെന്നൊക്കെ. മഴ പെയ്ച്ചു, അത് ഞങ്ങൾ ആ ദേശത്ത് സുവിശേഷം അറിയിക്കാനങ്ങ് ചെന്നു. അവിടെ രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്തണം, ഒരാഴ്ച അവിടെ താമസിക്കണം, വലിയ ആഗ്രഹത്തോടെ ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ ആൾക്കാർ പറയുകയാണ്, ഒയ്യോ യേശുവിൻ്റെ ആളുകൾ വന്നു, ഞങ്ങൾക്ക് മഴതാ, 3 ആഴ്ചയായിട്ട് മഴയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ക് കത്തിപ്പോയി. ദൈവമേ, മഴ പെയ്യിക്കാൻ നമുക്ക് എവിടെ നിന്ന് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയുമോ? അന്ന് രാത്രി മുഴുവൻ പണ്ട് തൊട്ടേ ചെയ്തു പോയ സകല പാപങ്ങളും ഏറ്റു പറഞ്ഞ് പിന്നെയും പ്രാർത്ഥിച്ചു, കർത്താവേ എങ്ങനെയെങ്കിലും ഒരു മഴ ഇവിടെ പെയ്യിക്കണം, അല്ലെങ്കിൽ നാളെ രാവിലെ ഈ ഗ്രാമത്തിൽ നിന്ന് തലയിൽ മുണ്ട് വിട്ടിറങ്ങി പോകേണ്ട ഗതികേടാ. സുവിശേഷ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ ഒരു തരം ഉഴപ്പം കളിയുമാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൊന്നുമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഉഴപ്പുന്നതെന്നറിയോ? നമ്മളത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ദൈവം, വലിയവനായ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പിറ്റേ ദിവസം രാവിലെ അന്ന് രാത്രി മുഴുവൻ ഒരു പരിധി ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോക്കുക, മഴയുടെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ, മഴ ചാറുന്നുണ്ടോ, നിങ്ങൾക്ക് കേൾക്കണോ? രാവിലെ 4 മണി ആയപ്പോഴേക്കും പിടപ്പിടമെന്ന് പറഞ്ഞ് ശബ്ദം കയറ്റി തുടങ്ങി. എഴുന്നേറ്റ് പുറത്ത് ചെന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ ജെയ്റ ഗ്രാമത്തിൽ മുഴുവൻ സ്ത്രീകളും തങ്ങൾ മഴ കിട്ടി ആനന്ദിച്ചോട് പറയാണ്, യേശുവോ ജീവിത് പരമേശു, ഈ യേശു തന്നെയാണ് ജീവനുള്ള ദൈവമെന്ന്. അതിൻ്റെ ആഴ്ചയുടെ അവസാനം 39 പേര് അവിടെയുള്ള തണുത്തുറഞ്ഞ വെള്ളത്തിൽ ജീവനുള്ള കർത്താവിനെ സാക്ഷിക്കുവാൻ, ജലത്തിൽ സാക്ഷിക്കുവാൻ ഇടയായി തീർന്നു. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൻ്റെ വചനവുമായി ഇറങ്ങാൻ ശ്രമിക്കുക. ഇറങ്ങ്. ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, നമ്മളുടെ കാര്യങ്ങൾ, നമ്മളുടെ കർത്താവിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ നിലപാടുകൾ, അതെല്ലാം അങ്ങ് അടിമുടി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാനിങ്ങനെ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവ് പിന്നീട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദേശത്തിൻ്റെ വെളിച്ചമായി, നിങ്ങൾ നിൽക്കുന്ന ദേശത്തിൻ്റെ വെളിച്ചമായി, നേപ്പാളിൻ്റെയും ഭൂട്ടാൻ്റെയും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയുടെയും നിങ്ങളുടെ ഗ്രാമങ്ങളുടെയും വെളിച്ചമായി നമ്മെ ഓരോരുത്തരെയും ജീവനുള്ള കർത്താവ് വെളിച്ചമായി നിർത്തിയിരിക്കുന്നു. കർത്താവ് പിന്നെയും പറഞ്ഞു, വിളക്ക് കത്തിച്ച് പറയിൻ്റെ കീഴല്ല, എവിടെ വെക്കേണ്ടത്? തണ്ടിന്മേലത്രേ വെക്കേണ്ടത്, എല്ലാവർക്കും കാണുവാൻ തക്കവണ്ണമായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ആ കത്തുന്ന വിളക്ക് ശക്തിയുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് അടച്ചു വെച്ചാലും ഒരു വശം എന്താ സംഭവിക്കാമെന്നറിയോ? അടച്ചു വെച്ചതിനെ അത് കത്തിക്കും. പലരും പറയാണ്ട് സഭ എങ്ങനെ അയക്കാറില്ല, അല്ലെങ്കിൽ സഭ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. എനിക്ക് വലിയ ആഗ്രഹമാണ് സഹോദരാ, പക്ഷേ സഭയ്ക്ക് അങ്ങനെ, സഭ അല്ലെങ്കിൽ സഭയുടെ നേതൃത്വം അങ്ങനെയൊന്നും ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ അഗ്നി നിൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഹൃദയത്തിൽ കത്തിക്കാളുന്നെങ്കിൽ ഒരു സഭയ്ക്കോ ഒരു നേതാക്കന്മാർക്കോ അതിനെ അടക്കി വെക്കാൻ കഴിയില്ല. അത് കത്തും, സഭ മുഴുവൻ കത്തും. നിങ്ങൾ ഒരൊറ്റ വ്യക്തി കൊണ്ട് ആ സഭ മുഴുവൻ കത്തി അത് വലിയൊരു പ്രഭയായി ആ ദേശത്ത് പരക്കും. കാരണം എന്താണെന്നറിയോ? നമ്മളതിന് തയ്യാറാകുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ, കുറച്ച് മുമ്പ് പ്രിയ സഹോദരങ്ങൾ പറഞ്ഞല്ലോ, ആഭിചാരത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും കെട്ടിൽ കിടക്കുന്ന അനേക ജനതയുടെ മുമ്പിലേക്ക് ജീവനുള്ള കർത്താവിൻ്റെ വെളിച്ചമായി നിൽക്കുവാൻ കർത്താവ് നമ്മെ അയച്ചിരിക്കുന്നു. കൂരാക്കൂരിട്ടിൽ ഒരു വെളിച്ചമായി കത്തിജ്വലിക്കുവാൻ പ്രിയമുള്ളവരെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്നു. കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. രുചിയില്ലാത്ത,
സ്വാദില്ലാത്ത ലോകത്തിൽ കർത്താവിന് വേണ്ടി രുചിയുള്ളവരായി തീരുവാൻ പ്രിയമുള്ളവരെ കർത്താവ് നമ്മെ ഉയർത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ് സമയം ഒത്തിരി മുമ്പോട്ട് പോയി, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ, നമ്മുടെ വിളിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ, മറ്റൊരു മുഖം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു ദിവസം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ജീവനുള്ള യേശുവിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. ഞാൻ ആ വചനം ഇങ്ങനെ പെട്ടെന്ന് വായിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 5:10. പല വാക്യങ്ങളുണ്ട്, 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കട്ടെ. 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ജീവനുള്ള കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരു ദിവസം നിൽക്കേണ്ടി വരും. ഒറ്റയ്ക്ക്, ആരും ഉണ്ടായില്ല കൂടെ. എൻ്റെ പ്രിയ മകനെ, മകളെ, നിനക്ക് ഞാൻ വിദ്യാഭ്യാസം തന്നു, നിനക്ക് ഞാൻ കഴിവുകൾ തന്നു, നിനക്ക് ഞാൻ ആരോഗ്യം തന്നു, നിനക്ക് ഞാൻ സകല പണം തന്നു, എല്ലാ സൗകര്യങ്ങളും തന്നു. നീ എന്ത് ചെയ്തു? ഓരോ ദിവസത്തിനും കർത്താവ് നമുക്ക് തന്ന ഓരോ താലന്തിനും എൻ്റെ പ്രിയപ്പെട്ടവരെ എണ്ണി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നാം ഓരോരുത്തരും. കളിയല്ല ഈ കാര്യം. ഇന്ന് ലോകത്തിൻ്റെ പിന്നാലെ ഓടി, പുതിയ സംരംഭങ്ങൾക്ക് പിന്നാലെ ഓടി, ക്രിസ്തുവിനെ മറന്ന് എങ്ങനെയെങ്കിലും സ്വർഗമുണ്ടെങ്കിൽ ആകട്ടെ അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും വഴക്ക് കൂടിയും വഴക്കടിച്ചും സഭയിൽ വഴക്ക്, പുറത്ത് വഴക്ക് എല്ലാം ഇട്ട് ഇങ്ങനെ അങ്ങ് പോയി അങ്ങ് ചെല്ലാമെന്ന് വിചാരിക്കേണ്ട ഒരു ദിവസം ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടുന്ന 2 വാക്യങ്ങളുണ്ട്. കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ആരും തന്നെത്താൻ വഞ്ചിക്കരുതെന്ന്. നാം വഞ്ചിക്കപ്പെടല്ലേ പ്രിയപ്പെട്ടവരെ? ലോകം നമ്മളെ വഞ്ചിക്കല്ലേ? നാം തന്നെത്താൻ വഞ്ചിക്കപ്പെടല്ലേ? വീണ്ടും 1 വരുന്നൊരു അവസാനത്തൊരു വാക്യം എങ്ങനെയുണ്ട്? കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. അനുഗ്രഹിക്കപ്പെട്ടവനെന്നോ ശപിക്കപ്പെട്ടവനെന്നോ ഏത് വാക്കാ നമുക്ക് കേൾക്കേണ്ടത്? എൻ്റെ പ്രിയദാസനെ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്നുള്ള വിളിയാണോ? എൻ്റെ പ്രിയദാസിയെ അനുഗ്രഹിക്കപ്പെട്ടവളെ എന്നുള്ള വിളിയാണോ? അതോ ശപിക്കപ്പെട്ടവനെ എന്നുള്ള വിളിയാണോ നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി അടിയേൽക്കുവാൻ, കർത്താവിന് വേണ്ടി തുപ്പേൽക്കുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം, ദ ലവ് ഓഫ് ജീസസ് കൺസ്ട്രെയിൻ മീ, എന്നെ നിർബന്ധിക്കുന്നു. ആ നിർബന്ധം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന്. നമുക്ക് പറയാൻ കഴിയുമോ ഹൃദയത്തിൽ നിന്ന്, ഞാൻ ജീവിക്കുന്നു എൻ്റെ ക്രിസ്തുവിന് വേണ്ടി, മരിക്കട്ടെ അതെനിക്ക് ലാഭമാണല്ലോ? നാം എന്തിനാ ജീവിക്കുന്നത്? നമ്മെ കർത്താവ് രക്ഷിച്ചു, സ്നാനപ്പെട്ടു, ഇന്ന് എത്ര വർഷം കഴിഞ്ഞു, എന്തിനാ നാം ജീവിക്കുന്നത്? മക്കളെ പിന്നെയും പഠിപ്പിക്കാനോ? പിന്നെയും സ്വത്ത് വാരിക്കൂട്ടാനോ? പിന്നെയും പ്രശസ്തിയിലേക്ക് ഉയരാനോ? പിന്നെയും ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പടുക്കുവാനോ? നോ. ജീവിക്കുന്ന എൻ്റെ കർത്താവിന് വേണ്ടി. എൻ്റെ ഓരോ സ്റ്റെപ്പുകളും, എൻ്റെ ഓരോ ദിവസങ്ങളും, എൻ്റെ ഓരോ ദിനങ്ങളും, എന്ത് ജോലിയുമാകട്ടെ, എന്തുമാകട്ടെ, അതെല്ലാം എൻ്റെ കർത്താവിന് വേണ്ടി, എനിക്ക് വേണ്ടി ജീവിച്ച, എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി രക്തമൊഴുക്കിയ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. അതല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു അവസാനം നാം ദുഃഖിക്കേണ്ടി വരും. നാരായണത്തിരുവാതിൻ്റെ കഥ നമുക്കറിയാമല്ലോ. നാരായണത്തിരുവ എന്താ ചെയ്യണമെന്നറിയോ? ഒരു കല്ല്, വലിയൊരു കല്ല് ഉരുട്ടി മലയുടെ മുകളിലേക്ക് കയറ്റും. കഷ്ടപ്പെട്ട് അതിൻ്റെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ആ കല്ല് അതുപോലെ താഴേക്ക് ഉരുട്ടി വിടും. കല്ല് താഴേക്ക് ഉരുണ്ടു പോകുന്നത് കണ്ട് നാരായണത്തിരുവാന്തൻ കൈകൊട്ടി പൊട്ടിച്ചിരിക്കും. എന്നിട്ട് പിന്നെ ആ കല്ല് ഉരുട്ടി മുകളിലേക്ക് കയറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ സമ്പത്തിന് പിന്നാലെ, ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് പിന്നാലെ ഓടുന്നവർ മറന്നുപോലെ ആ നാരായണത്തിരുവാന്തൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാരായണത്തിരുവാന്തൻ കല്ലുരുണ്ട് പോകുമ്പോൾ ചിരിക്കുന്നെങ്കിലും ഉണ്ട്, നമ്മൾ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എല്ലാം സമ്പാദിച്ചു, എല്ലാമായി, എവിടെ നീക്കുവാക്കി എന്ത്? എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ലോകത്തിൻ്റെ സമ്പാദ്യങ്ങളോ, ലോകത്തിൻ്റെ ഡിഗ്രികളോ, ലോകത്തിൻ്റെ പ്രൗഢിയോ അതൊന്നും നമ്മളെ രക്ഷിക്കില്ല പ്രിയപ്പെട്ടവരെ. രക്ഷിക്കുമോ? മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ അടുത്ത് എന്നിട്ട്, ചേട്ടൻ എന്തിനാ വിഷമിക്കണത്? 10 ഏക്കർ സ്ഥലമല്ലേ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്, നോക്ക് പട്ടയം മുഴുവൻ, ശരിക്കും നോക്ക് ചേട്ടാ, സന്തോഷത്തോടെ വയ്ക്കാൻ പറ്റുമോ? 10 ഏക്കർ സ്ഥലമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചേട്ടൻ എന്തിനാ വിഷമിക്കണം? 4 ആൺമക്കൾ, 4 പേരും അമേരിക്കയിൽ, ഇതാ നിൽക്കുന്ന കണ്ടില്ലേ കട്ടിലിന് ചുറ്റും, ഒന്ന് നോക്കിക്കേ ചേട്ടാ, മരിക്കാൻ പറ്റുമോ സന്തോഷത്തോടെ? അല്ലെങ്കിൽ PhD ഡിഗ്രി, ഡിഗ്രി ഒന്നോടെ നോക്ക്,
അതിൻ്റെ യൂണിവേഴ്സിറ്റി സീലൊക്കെ ഒന്ന് നോക്ക്. സന്തോഷം ഉണ്ടാവുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്തുവോ അത് മാത്രമേ നീക്കുവാക്കിയായിട്ട് നമുക്കുണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം നാരായണത്തുഭ്രാന്തൻ കല്ലുരുട്ടി വിട്ടതുപോലെ ഉരുണ്ടുരുണ്ടുരുണ്ടു പോകും. കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നു? ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരേ ഒരു ജീവിതം കഴിഞ്ഞത് പോട്ടെ പ്രിയപ്പെട്ടവരെ. ഞാനിങ്ങനെ പറയട്ടെ, ബാക്കി എത്ര ദിവസങ്ങൾ നമുക്കുണ്ടെന്ന് അറിയില്ല. എത്രയോ പേർ കടന്നു പോകുന്നു. എത്രയോ പേർ ചിന്തിക്കാൻ കഴിയാത്ത അവസരങ്ങളിൽ, നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ഓരോരുത്തർ നമ്മിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. കർത്താവിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അറിയില്ല എത്ര ദിവസങ്ങൾ നമുക്ക് ബാക്കിയുണ്ടെന്ന്. അറിയില്ല ഏതെല്ലാം ക്യാൻസറിൻ്റെ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടി കയറിയിട്ടുണ്ടെന്ന്. പക്ഷെ ഒന്ന് നമുക്ക് ചിന്തിക്കാം, ഒന്ന് നമുക്ക് തീരുമാനിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ആയുസ്സിനി അങ്ങ് നീട്ടിത്തരുന്നെങ്കിൽ ഇനി ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും. എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവിനെ എനിക്ക് ഘോഷിക്കണം. എൻ്റെ കർത്താവേ, അങ്ങയുടെ സൽഗുണങ്ങൾ ഞാൻ ഘോഷിക്കും. എൻ്റെ ജീവിതം ഫലമില്ലാത്തതായി പോകുവാൻ ഞാൻ അനുവദിക്കില്ല. ഫലമുള്ളൊരു ജീവിതം എനിക്ക് വേണം. കർത്താവേ, നീ അതെന്നെ സഹായിക്കണം. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങനെ ഒരു ആഗ്രഹവുമായി, അങ്ങനെ ഒരു കത്തുമായി നിങ്ങൾ ഇവിടുന്ന് കടന്നു പോവുകയാണെങ്കിൽ കേരളം നാളെ കീഴ്മേൽ മറിയും. നിങ്ങളുടെ ദേശങ്ങൾ കീഴ്മേൽ മറിയും. നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചത് വെറുതെ ആകില്ല. അവൻ്റെ പ്രയത്നം കണ്ട് സന്തോഷിക്കും. അതിന് തയ്യാറാണോ നാം? അട്ടഹാസങ്ങളും വലിയ പരിപാടികൾ അതൊക്കെ നടക്കട്ടെ. കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്തു പ്രിയപ്പെട്ടവരെ? കർത്താവിന് വേണ്ടി ചെയ്ത് മാത്രം ബാക്കി നിൽക്കും. നമ്മെ ഓരോരുത്തരെയും കർത്താവിന് വേണ്ടി സഹായിക്കട്ടെ. ദൈവത്തിന് പുനരുനാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.